നൽകട്ടെ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ മഹത്വമുള്ള ഒരാളുമില്ലല്ലോ. ഫതൂഫു ഫമാ തൽഖൗന ശിബ്ഹ മുഹമ്മദി വലാ മിസ്ലുഹു ബൈനൻ നബീന യുറഫു. സഞ്ചാരികളെ, നിങ്ങൾ യാത്ര ചെയ്യൂ, നിങ്ങൾ ലോകം മുഴുവനും കറങ്ങൂ. ചരിത്ര വിദ്യാർത്ഥികളെ, നിങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മറ്റ് ചരിത്ര പുരുഷന്മാരെയും നിങ്ങൾ പഠിക്കൂ. ഫമാ തൽഖൗന ശിബ്ഹ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലത്തെ ഒരാളെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയൂല. വലാ മിസ്ലുഹു ബൈനൻ നബീന യുറഫു. അംബിയാ മുർസലുകളിൽ മുത്തുനബിയോളം പോന്ന ഒരാളുമില്ല. അംബിയാ മുർസലുകളിൽ തന്നെ മുത്തുനബിയോളം പോന്ന ഒരാളുമില്ല. പിന്നെങ്ങനെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കാണുന്നത് എങ്ങനെയാണ്, കേൾക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റിത്തരട്ടെ. എങ്ങനെയാണ് തങ്ങളെ സ്നേഹിക്കാതിരിക്കുക? എങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കാതിരിക്കുക? നമുക്ക് വേണ്ടി ജീവിച്ചു. സാധാരണ ഒരു നേതാവിനെ പറ്റിയിട്ട് പറയും, കുറെ കാര്യങ്ങൾ ചെയ്താൽ പറയും, ഓരൽ അനുയായികൾക്ക് വേണ്ടി ജീവിക്കുന്ന നേതാവാണ് എന്ന് പറയും. ഇതങ്ങനെ ഒരു ഭംഗി വാക്കല്ല. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അങ്ങനെ വെറുതെ പറയേണ്ടതില്ല. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടേ ഇല്ല. ഉമ്മത്തിന് വേണ്ടിയാണ് അവിടുത്തെ ജീവിതം. ഒരു ഹദീസ്, ഒരു വിഷയം നിങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ നബിമാർക്കും ഇജാബത്ത് നിർബന്ധമുള്ള ഒരു ദുആ അല്ലാഹു തആല നൽകി. എല്ലാ നബിമാർക്കും ഒരു ദുആ. നബിമാരുടെ ദുആ മുഴുവൻ ഇജാബത്തുള്ള തന്നെയല്ലേ? അപ്പൊ പിന്നെ ഒരു ദുആ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അച്ചട്ട് അപ്പം നടക്കും. അങ്ങനത്തെ ഒരു ദുആ, വളരെ കൃത്യമായി നടക്കുന്ന ഒരു ദുആ എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. നബിമാരെല്ലാവരും അവരവരുടെ പേഴ്സണൽ പ്രതിസന്ധി വന്നപ്പോൾ, ഓരോ ആവശ്യങ്ങൾ, ആപൽഘട്ടങ്ങൾ, പ്രയാസമുള്ള അവസ്ഥകൾ വന്നപ്പോൾ അവരെല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ദുആ ഉപയോഗപ്പെടുത്തി. എനിക്കും എൻ്റെ റബ്ബൊരു ദുആ നൽകി. ഞാൻ എൻ്റെ ദുആ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആഖിറത്തിലേക്ക് മാറ്റിവെച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രതിസന്ധി ഇല്ലാത്തൊരു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണാൻ കഴിയുമോ ചരിത്രത്തിൽ? ഇല്ല. ഏറ്റവും കടുപ്പമുണ്ടാകുന്നത് അമ്പിയാക്കൾക്കാണ്, പിന്നെ അവരോട് അടുത്തവർക്ക് എന്ന് പറഞ്ഞില്ലേ. ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും അല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്? നോക്കൂ നിങ്ങൾ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 7 മക്കളാണ് ഉണ്ടായത്. 4 പെൺമക്കളും 3 ആൺമക്കളും. അതിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ആകെ ബാക്കിയുള്ളത് ഫാത്തിമത്തു സുഹ്റ ബത്തൂല റളിയല്ലാഹു അൻഹാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 6 മക്കളെയും ഖബറടക്കിയ ബാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ സ്വന്തത്തിൽ ഒരു പ്രതിസന്ധി എന്താണ് വരേണ്ടത്? അള്ളാഹു നമ്മളെ മക്കളെ ആഫിയത്തുള്ള മക്കളാക്കി തരട്ടെ. മക്കളില്ലാത്ത നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള ആളുകൾക്ക്, നമ്മുടെ സ്നേഹിതന്മാർക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഖദീജ ഉമ്മന്റെ ബറക്കത്ത് കൊണ്ട് റളിയല്ലാഹു അൻഹാ, അല്ലാഹു തആല ഖൈറായ മക്കളെ കൊടുത്ത് സന്തോഷിപ്പിക്കട്ടെ. 6 മക്കള്, അതില് 3 ആൺമക്കള് ചെറുപ്പത്തിലേ പോയി. നമുക്ക് ഉണ്ടാവില്ലേ ഒരാഗ്രഹം? പള്ളിയിലേക്ക് കൂട്ടിയിട്ട് മോനെ കൂട്ടിയിട്ട് ഒന്ന് വരണമെന്നൊരാഗ്രഹം ഉണ്ടാവൂലേ? ദ്വാരക്കും പറയും 2 പെൺകുട്ടികളുണ്ട് ഉസ്താദേ, നമ്മള് മരിച്ചാ കബറിന്റെ അടുക്കലേക്ക് വരാൻ ഒരു മോൻ വേണ്ടേ? ഒരു മോനെ കിട്ടണം. 3 ചെറിയ മക്കളും ആൺകുട്ടികൾ മുഴുവനും ചെറുപ്പത്തിലെ
ചെറിയ കുട്ടിയാകുന്ന സമയത്ത് തന്നെ 3 ആളുകളും മരണപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യന്റെ ഒരു സ്വഭാവമുണ്ട്, മനുഷ്യന്റെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞ മനുഷ്യത്വം എന്ന് പറഞ്ഞ മനുഷ്യർക്കൊപ്പം ജീവിക്കുന്നവരുടെ ഒരു പ്രകൃതിയുണ്ട്. അതെന്താണ്? മുഖ്യമന്ത്രിയായിരുന്ന ആള് മരിച്ചു, അപ്പൊ പ്രതിപക്ഷ നേതാവ്, അത് മൂപ്പര കാലത്ത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇപ്പൊ പ്രതിപക്ഷ പാർട്ടിയിലുള്ള ആള് പറയും മൂപ്പര് നല്ല മുഖ്യമന്ത്രിയേനു, പിന്നെന്തിനാ അന്ന് സമരം നടത്തിയെന്ന് ചോദിക്കേണ്ടില്ല. അത് മരിച്ചാൽ അങ്ങനെ പറയും, അത് മനുഷ്യത്താണ്. അത് അന്ന് അങ്ങനെ ആയി ഒന്നുമില്ല, അത് ചോദ്യമില്ല. ഇപ്പോഴത്തെ ഒരാൾ മരിച്ചു, എന്നാലും അപ്പുറത്തെ പാർട്ടിയിൽ ഇന്നലെ ആ മൂപ്പർക്കെതിരെ കരിങ്കൊടി കാണിച്ചത് എന്ന് കൂട്ടിക്കോ. എന്നാൽ ഈ കരിങ്കൊടി കാണിച്ച പാർട്ടിയുടെ നേതാവ് എന്ത് പറയും? മൂപ്പരാള് നല്ല ഉഷാറേനും, എന്തല്ലോ ആദർശം, നമ്മളെ രാഷ്ട്രീയപരമായ എന്തെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സൗഹൃദം അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്, മനുഷ്യന്മാരങ്ങനെയാ. എന്ന മക്കത്തെ കുറെ മുശ്രിക്കീങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരുന്നു അവരുടെ കൽബ്? മനുഷ്യത്വം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലില്ല. സാധാരണ ഏത് കഠിനമായ ശത്രുവിന്റെ കുട്ടി മരിച്ചാലും ആ വീട്ടിലേക്കൊന്നു പോകും, അവരെ ഒന്ന് ആശ്വസിപ്പിക്കലല്ലേ മനുഷ്യന്റെ പ്രകൃതി. ആൺമക്കള് 3 പേരും മരിച്ചപ്പോൾ മക്കത്തെ മുശ്രിക്കീങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? മുഹമ്മദ് അബ്തറാണ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. മുഹമ്മദിന്റെ വാലറ്റ് പോയി എന്നാ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ കുടുംബം തീർന്നുപോയി എന്നാ പറഞ്ഞത്. പരിഹസിക്കാണ്. കണ്ടോ, തങ്ങളെ മനസ്സിനെ വേഗത ഉണ്ടാക്കുന്ന വാക്കാണ് അപ്പോഴും പറയുന്നത്. കുട്ടി മരിച്ചപ്പോ ആശ്വസിപ്പിക്കല്ല ചെയ്തത്. മനുഷ്യത്വം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാനില്ലാത്ത പ്രതിപക്ഷമായിരുന്നു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. അല്ലാഹുവാണ് ആ വലിയ വേദനക്ക് മറുപടി പറഞ്ഞത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നിശ്ചയം തങ്ങളെ ആക്ഷേപിച്ചവരാണ് വാലറ്റ് പോയവർ നബിയേ. അതുകൊണ്ടാ ഇപ്പൊ ഒരു സയ്യിദ് അവർകളിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അള്ളാഹു നമ്മൾ എല്ലാ സാദാത്യങ്ങൾക്കും സന്തോഷവും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പര പോലെ, ആലുൻ നബി പോലെ ബഹുമാനമുള്ള വിസ്തൃതമായ വിശാലമായ പ്രവിശാലമായ മഹത്വമുള്ള കുടുംബം ആർക്കാണ് കിട്ടിയത്? സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സങ്കടം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3 മക്കളും മരിച്ചുപോയി. ചെറുപ്പത്തിലെ ആൺകുട്ടികൾ പോയി, 3 പെൺമക്കളും മരണപ്പെട്ടു പോയി. 6 മക്കളെ ഒരു ബാപ്പ കബറടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കൂ, ആരാണ് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്? ഒരു ദുആ, എന്തായാലും ഇജാബത്തുള്ള ഒരു ദുആ. ഒരു കുട്ടി മരിച്ചു രോഗമായിട്ട്, അടുത്ത കുട്ടിയും മരിച്ചു, 3ാമത്തെ കുഞ്ഞിനും രോഗം ബാധിക്കുമ്പോൾ ദ്വാരക്കണ്ടല്ലോ. എന്തിനാണ് മുത്തുനബി ദ്വാരക്കുന്നത്? ഈ ദുആ കൽബിൽ വെച്ചിട്ട് ഒറ്റ വിളി, അല്ലാഹ്, ഖാലിഖായ റബ്ബിനെ കൽബ് നൊന്ത് ഒറ്റ വിളി, എന്റെ മക്കൾക്ക് ദീർഘായുസ് കിട്ടണം, ഞാൻ മരിക്കുമ്പോൾ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എനിക്ക് അനന്തരാവകാശിയായി ഒരാളെങ്കിലും ആൺകുട്ടികൾ വേണ്ടേ അല്ലാ. ഒരു ചോദ്യം റബ്ബിനോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ആ ദുആ ഇവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, ഈ വലിയ പ്രതിസന്ധി വന്നപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആ ഉപയോഗപ്പെടുത്തിയില്ല. ആഖിറത്തിൽ ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നാ പറയുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ ഉദാഹരണം പറഞ്ഞതാണ്. ചെറുപ്പത്തിലെ സത്യത്തിൽ തിരുനബിക്ക് പ്രതിസന്ധി തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഊതി കാച്ചി ഒരുക്കി എടുക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ജനിക്കുന്നതിന് മുൻപേ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു. ജനിക്കുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ ഒരു സന്തോഷം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ വരുമ്പോഴും മുഖത്തു നോക്കി ആക്ഷേപിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണം അള്ളാഹ് നൽകിയില്ല. മനുഷ്യത്വമില്ലാത്ത ഇങ്ങനത്തെ ആളുകൾ പറയുന്നല്ലാതെ സാധാരണക്കാർക്ക് തങ്ങളെ മുഖത്ത് നോക്കിയാൽ സന്തോഷം തോന്നും, തങ്ങളെ മുഖത്ത് നോക്കിയാൽ അവർ ടെൻഷൻ പോകും. ചെറുപ്പത്തിലേ ജനിച്ച ഉടനെ തന്നെ അങ്ങനെ തന്നെ
ജനിച്ചു വീഴുമ്പോഴേക്ക് തന്നെ പ്രകാശമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്തിട്ട് 2 വയസ്സ് വരെ മുല കൊടുത്ത് 4 വയസ്സ് വരെ പോറ്റി വളർത്തിയ ഉമ്മയാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. അവരും അടക്കമുള്ള 10 കുടുംബങ്ങളാണ് മക്കയിലേക്ക് കുട്ടികൾക്ക് മുല കൊടുക്കാനുള്ള കുട്ടികളെ അന്വേഷിച്ചിട്ട് വരുന്നത്. ത്വായിഫിന്റെ ഭാഗത്തു നിന്നാണ് അവരുടെ യാത്ര. മക്കയിലേക്കുള്ള അവരുടെ യാത്രയിൽ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ ഭർത്താവ് ഹാരിസ് ഉണ്ട്, മുല കുടിക്കണ മകൻ അബ്ദുള്ളയുമുണ്ട്. യാത്ര ചെയ്യുന്നത് മെലിഞ്ഞ ഒരു പെൺ കഴുതയുടെ മേലെയാണ്. ആരോഗ്യം കുറഞ്ഞൊരു സംഗതിയാണത്, ഒരു സാധനമാണ്. അതിന്റെ മേലെ യാത്ര ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള 9 കുടുംബങ്ങളും വളരെ വേഗത്തിൽ സഞ്ചരിക്കാണ്. എന്നിട്ട് അവരിങ്ങനെ ബാക്കിലേക്ക് നോക്കിയിട്ട് ഹലീമത്തു സഅദിയയോട് ചോദിക്കുന്നു റളിയല്ലാഹു അൻഹ, അല്ല ഹലീമ, ഇന്റെ വണ്ടിക്ക് എന്താ സ്പീഡില്ലേ? ഇവളല്ല കുറെ ആൾ ഒന്നിച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരാളിങ്ങനെ ബാക്കിലോട്ട്, നീ എന്താ ബാക്കിലോട്ടാ നടക്കുന്നത് പോലെ ഒരു പരിഹാസത്തിൽ ചോദിക്കായിരുന്നു. മക്കയിലെത്തിയിട്ട് എല്ലാവരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. പല ആളുകളുടെ അടുക്കലേക്കും പോയി. കൂടെ വന്ന 9 ആളുകൾക്കും കുട്ടിയെ കിട്ടി. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയ്ക്ക് മുല കൊടുക്കാൻ കുഞ്ഞ് കിട്ടിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഹബീബായ തങ്ങളുടെ വജഹ് കാണുമ്പോൾ തന്നെ എന്തൊരു പ്രകാശം, എന്തൊരു സന്തോഷം. ആ സന്തോഷം കണ്ടപ്പോൾ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയോട് ഹാരിസ് പറയുന്നു, ഈ കുട്ടിയെ നമുക്കെടുക്കാം. ഈ കുട്ടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് തരാതിരിക്കൂല. അങ്ങനെയാണ് ആ കുഞ്ഞിനെ എടുക്കുന്നത്. ഇദാ ലഹിക ഖറജ മിൻ സനായാഹുന്നൂർ, പുഞ്ചിരിക്കുമ്പോൾ പല്ലിൽ നിന്ന് പ്രകാശം വരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. വല്ലാത്ത സൗകര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസല്ലാഹ് അൻ യജഅല ലനാ ഫീഹി ബറക, ഈ മോൻ അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് തരും, അതുകൊണ്ട് എടുത്തോളൂ എന്നാ പറയുന്നത്. അങ്ങനെ എടുത്തിട്ട് അതാ മുല കൊടുത്ത് പിന്നെ തിരിച്ച് യാത്ര തുടങ്ങുകയാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ അവരുടെ കൂടെ ഒരു മെലിഞ്ഞ ഒട്ടകം ഉണ്ടായിരുന്നു. അകിടൊട്ടി പോയ ഒട്ടകം. പാല് കിട്ടൂല, പാത്രം കൊണ്ടുപോയി തിരിച്ചു വരല. വഴിയിൽ താമസിച്ചു. രാവിലെ ഈ ഒട്ടകത്തിന്റെ അടുക്കലേക്ക് ഹാരിസ് പാത്രവുമായി, പാലിന്റെ പാത്രവുമായി പോയി. അകിടിൽ തട്ടിയപ്പോൾ അകിട് നിറഞ്ഞിരിക്കുന്നു. പാത്രം മുഴുവനും പാല്. സന്തോഷത്തോടെ ഹാരിസ് അത്ഭുതത്തോടെ തിരിച്ചു വരുമ്പോൾ അതിനേക്കാൾ അത്ഭുതത്തോടെ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നല്ല, ഇതെന്തൊരു അത്ഭുതമാണ്. അകിടൊട്ടിപ്പോയി ഒന്നും കിട്ടാത്ത ഈ ഒട്ടകം പാല് ചുരത്തിയോ? അപ്പോ ഹാരിസ് തങ്ങള് ഈ കുഞ്ഞിനെ നോക്കിയിട്ട്, ഹലീമ ബീവിന്റെ കയ്യിലുള്ള പൊന്നു പൈതലിനെ നോക്കിയിട്ട് പറയാണ്, ലഖദ് അഖദ്തി നിസ്മതം മുബാറക. ചില ആളുകളുണ്ട്, വിഡ്ഢികളാണ്. അള്ളാഹു ഓർക്കും ഹിദായത്ത് കൊടുക്കട്ടെ, നമുക്ക് അള്ളാഹു ഹിദായത്ത് നിലനിർത്തി തരട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിലെ അബ്ദുള്ളയുടെ ആമിനയുടെയും മകനായിട്ട് ഒരു അറബി മകനായിട്ട് ജീവിച്ചു. 40 വയസ്സാകുമ്പോൾ ഒരു ഉദ്യോഗം കിട്ടി എന്ന കോലത്തിൽ പറയുന്ന, പ്രചരിപ്പിക്കുന്ന ആളുണ്ട്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ആമീനില്ലേ? അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ഉറക്കെ ആമീൻ പറയണം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അള്ളാഹു നമുക്ക് ഈ സദസ്സ് സബബാക്കി തരട്ടെ. അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോൾ ഉണങ്ങിയ മരെല്ലാം റെഡി. എന്തോ ഒരു പച്ചപ്പ് തന്നെ വീട്ടില്. മാത്രല്ല ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയ്ക്ക് കുറച്ച് ആടുകളുണ്ടായിരുന്നു. ആടിനെ മേയ്ക്കുന്ന പണിക്കാരുണ്ടായിരുന്നു. അവര് ആടിനെ മേയ്ച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അയൽവാസികൾക്കുമുണ്ട് ആടുകളും ആട്ടിനെ മേയ്ക്കുന്നവരും. അവരുടെ ആടിനൊന്നും അകിടിൽ പാലുമില്ല, വയറു നിറയുന്നുമില്ല. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ
ആടുകളുടെ വയറ് നിറയുന്നു, അകിടിൽ പാല് ചുരത്തുന്നു. അയൽവാസികളായ ആളുകൾ അവരുടെ വേലക്കാരോട് ദേഷ്യം പിടിക്കാണ്, ചൂടാകുകയാണ്. ഹലീമത്തു സഅദിയയുടെ വേലക്കാര് കാണുന്നില്ലേ, ആടിനെ മേയിച്ചിട്ട് അതിന്റെ പള്ളൊക്കെ നിറച്ചിട്ട് എന്ത് ഉഷാറിലാണ് വരുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള നിലക്ക് ഇവർ ആക്ഷേപിക്കുകയാണ്. അപ്പാ വേലക്കാര് പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഹലീമയുടെ വീട്ടിൽ എന്തോ അത്ഭുതമുണ്ട്. ഞങ്ങൾ ഒരേ സ്ഥലത്തു നിന്നാണ് മേയിക്കുന്നത്, ഒരേ സ്ഥലത്ത് തന്നെയാണ് ആ ജോലിക്കാരൻ നമ്മളെല്ലാം വിശ്രമിക്കുന്നത്. പ്രത്യേകിച്ചൊരു ഡ്യൂട്ടിയും കൂടുതൽ അവരെടുക്കുന്നില്ല. പക്ഷെ ഹലീമത്തു സഅദിയുടെ ആടുകളുടെ വയറ് നിറയുന്നു, അകിടിൽ പാല് ചുരത്തുന്നു. അവിടെ എന്തോ ഒരു അത്ഭുതം വന്നിട്ടുണ്ട്. ഈ ആട്ടിടയന്മാര് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ അത്ഭുതത്തിന്റെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 വയസ്സിലാണ് പിന്നെ വിശുദ്ധമായ മക്കത്തുൽ മുകറമയിലേക്ക് തങ്ങൾ തിരിച്ചെത്തുന്നത്.